നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരം നഷ്ടപ്പെട്ടതോടെ മമതയും മരുമോനും ശിങ്കിടികളും തെരുവിൽ കിടന്ന് അടികൊള്ളുന്നു. ഒരു കാലത്ത് ദീദിയുടെ വലം കൈയായിരുന്ന സുവേന്ദു ഇന്ന് ശത്രുപക്ഷത്തായതോടെ മമതയ്ക്ക് കണ്ടകശനി. സുവേന്ദുവിന്റെ ലക്ഷ്യം ഇനി മമതയല്ല, മരുമകൻ അഭിഷേക് ബാനർജിയാണ്. തൃണമൂൽ കോൺഗ്രസിനെ കൈയടക്കി കുടുംബസ്വത്താക്കി. ബംഗാളിൽ പിടിച്ചുപറി നടത്തി സ്വന്തം കീശ വീർപ്പിച്ച കാട്ടുകള്ളൻ അഭിഷേക് കോടാനുകോടികളാണ് ബംഗാളിനെ പിഴിഞ്ഞ് ഉണ്ടാക്കിയത്. ഇതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് സുവേന്ദുവിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് അമിത്ഷാ. സുവേന്ദു ഒരറ്റത്തൂടെ പണി തുടങ്ങിക്കഴിഞ്ഞു. മമതയ്ക്കെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് സുവേന്ദു കുത്തിപ്പൊക്കിയിരിക്കുന്നത്. മമതയുടെ കയ്യിൽ വിലങ്ങ് വെപ്പിക്കാൻ വകുപ്പുകൾ തയ്യാറാക്കി ബംഗാൾ മുഖ്യമന്ത്രി. മമതയ്ക്ക് ഭയം തുടങ്ങിയിരിക്കുന്നു, അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമോ എന്ന്. നിങ്ങൾക്ക് ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അഭിഷേക് ബാനർജി അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ്. അന്ന് തൃണമൂലിന്റെ കോട്ടയാണ് ഡയമണ്ട് ഹാർബർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് അഭിഷേക് ബാനർജി ജയിച്ചത് 7 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അഭിഷേകിന് 10,48,230 വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി അഭിജിത് ദാസിന് 3,37,300 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെയുള്ള റെക്കോർഡ് വിജയമായിരുന്നു ഇത്. വെറും 2 വർഷത്തിനുള്ളിൽ അതേ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ തൃണമൂൽ കോട്ടയായ ഫാൽട്ട അസംബ്ലി സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1 ലക്ഷം വോട്ടിനാണ് BJP ജയിച്ചത്. തൃണമൂൽ ഇവിടെ CPM-നും കോൺഗ്രസിനും പിന്നിൽ 4ാമത്. നേരത്തെ CPM-ന് സംഭവിച്ചതുപോലെ അടിമുടി തകരുകയാണ് തൃണമൂൽ എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഇനി അഭിഷേകിന് പഴയ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ മമത തോറ്റ പോലെ അഭിഷേകിന്റെ പതനവും ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തൃണമൂലിന്റെ ഹിന്ദു വോട്ടർമാർ BJP-യിലേക്കും മുസ്ലിം വോട്ട് ബാങ്ക് CPM-ലേക്കും കോൺഗ്രസിലേക്കും തിരിച്ചുപോകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. സമാനതകളില്ലാത്ത ഗുണ്ടായിസമായിരുന്നു ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രത്യേകത. അതവർ CPM-ൽ നിന്ന് പഠിച്ചതാണ്. CPM നേതാവ് സുഭാഷ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ബൈക്കത്ത് ബ്രിഗേഡും ഹർമാദ് വാഹിനി എന്ന യുവാക്കളുടെ കൊലവെറി സംഘവും കാലപുരിക്ക് അയച്ചത് ആയിരങ്ങളെയാണ്. എന്നാൽ CPM-ന് അധികാരം പോയതോടെ ഈ ഗുണ്ടാ സംഘങ്ങൾ ഒന്നടങ്കം തൃണമൂലിലേക്ക് മാറി. പിന്നെ അവരുടെ ഭരണമായി. ഒരു പ്രശ്നമുണ്ടായാൽ ബൈക്ക് ബ്രിഗേഡ് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തി അടിച്ചു നിരത്തി കളയും. ഓരോ തെരഞ്ഞെടുപ്പിലും നിരവധി മരണങ്ങളുണ്ടായി. സമാധാനപരമായ പോളിംഗ് ഒരിക്കലും തൃണമൂൽ അനുവദിച്ചിരുന്നില്ല. CPM കാലത്തെന്ന പോലെ തങ്ങളുടെ വോട്ട് അതിരാവിലെ തന്നെ പോൾ ചെയ്യിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം അക്രമം അഴിച്ചുവിട്ട് വോട്ടർമാരെ അകറ്റുക എന്നതായിരുന്നു ടീം മമതയുടെ തന്ത്രം. ദീദിയുടെ മരുമകനും ബംഗാളിലെ സഞ്ജയ് ഗാന്ധി എന്നും അറിയപ്പെടുന്ന അഭിഷേക് ബാനർജിയാണ് ഈ ഹീനകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. യോഗി ആദിത്യനാഥിന്റെ അടുത്തയാളായി അറിയപ്പെടുന്ന 200ഓളം എൻകൗണ്ടറുകൾ നടത്തിയ UP-യിലെ സിംഹം എന്ന് വിളിപ്പേരുള്ള അജയ്പാൽ ശർമ്മ എന്ന IPS ഓഫീസറെ പ്രശ്നബാധിത മേഖലകളിൽ ഡ്യൂട്ടിക്കിട്ടാണ് ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ഫെയർ ഇലക്ഷൻ ഉറപ്പാക്കിയത്. പ്രാദേശിക തലത്തിൽ തൃണമൂൽ ഗുണ്ടകളായിരുന്നു എല്ലാ കാര്യവും നിയന്ത്രിച്ചിരുന്നത്. CPM കാലത്തെ കട്ട് മണി എന്ന കമ്മീഷൻ പരിപാടി അവർ തുടർന്നു. ഒപ്പം ബംഗ്ലാദേശിലേക്കുള്ള കാലിക്കടത്ത്, കോഴിക്കടത്ത്, പെട്രോൾ കടത്ത്, കൽക്കരി കടത്ത് എന്നിവയെല്ലാം നിർബാധം തുടർന്നു. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണം വന്നതോടെ ഈ ഗുണ്ടകൾ നാടുവിട്ടിരിക്കുകയാണ്. പലരും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി, ചിലർ ബംഗ്ലാദേശിലേക്ക് തന്നെ മുങ്ങി. സന്ദേശ് ബാലിയിൽ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത തൃണമൂൽ ഗുണ്ടകൾ കൂട്ടത്തോടെ മുങ്ങിയിരിക്കുകയാണെന്നും ബംഗാൾ മാധ്യമങ്ങൾ പറയുന്നു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ഇസ്ലാമിക സംഘടനകളും ബംഗാളിൽ അഴിഞ്ഞാടിയിരുന്നു. മുർഷിദാബാദ്, മാൾഡ എന്നിങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പലതവണ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെട്ടു. ജനിച്ച നാട് വിട്ടുപോവാൻ അവർ നിർബന്ധിതരായി. അപ്പോഴൊന്നും മമത ഒരു നടപടിയും എടുത്തില്ല. സകല മേഖലകളിലും ഇസ്ലാമിസ്റ്റുകൾ ഇടപെട്ടു. പശ്ചിമ ബംഗാൾ ഉറുദു സാഹിത്യ അക്കാദമി 2025 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഉറുദു മഹോത്സവത്തിൽ ഹിന്ദി സിനിമയും ഉറുദുവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുവാൻ ക്ഷണിക്കപ്പെട്ട സുപ്രസിദ്ധ കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തറിനെ കൽക്കത്തയിൽ കാലുകുത്താൻ ഇസ്ലാമിസ്റ്റുകൾ അനുവദിച്ചില്ല. സംഘപരിവാറിന്റെ കടുത്ത വിമർശകനും കറതീർന്ന മതേതര മനുഷ്യനുമായ ജാവേദ് അക്തറിനെതിരെ രംഗത്ത് വന്നത് വിശ്വഹിന്ദു പരിഷത്തോ ബജ്രംഗദളോ ഒന്നുമായിരുന്നില്ല. അവിശ്വാസിയായ യുക്തിവാദിയായ ജാവേദ് അക്തറിനെ ഉറുദു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചിറങ്ങിയത് ജമായത്തെ ഉലമ-ഇ ഹിന്ദ് എന്ന ഇസ്ലാമിക സംഘടനയായിരുന്നു.
മതജീവികളുടെ വീര്യവും വീറും ആക്രമണോത്സുകതയും കണ്ട് മമതാ സർക്കാർ ഭയന്നു. ജാവേദ് അക്തറിനെ ഒഴിവാക്കാനായി സാഹിത്യ അക്കാദമി ഉറുദു ഫെസ്റ്റിവൽ തന്നെ റദ്ദാക്കി. 30% ജനസംഖ്യയുണ്ടെന്ന് കാട്ടി ബംഗാളിലെ ഭരണകൂടങ്ങളെ വിറപ്പിക്കുകയായിരുന്നു ഇസ്ലാമിക മതമൗലികവാദികൾ ചെയ്തിരുന്നത്. മുർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകൾ സമ്പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഹിന്ദു വോട്ടർമാരിൽ നിന്ന് തിരിച്ചടി ഭയന്ന് ക്ഷേത്രങ്ങൾക്കും പൂജകൾക്കും സർക്കാർ ഖജനാവിൽ നിന്ന് പണം വാരിക്കോരി പ്രീണിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അടിത്തട്ടിൽ തൃണമൂൽ ലേബലിൽ ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടത്തിനും ആക്രമണങ്ങൾക്കും എതിരെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഉള്ളിൽ പ്രതിഷേധം പുകഞ്ഞു തുടങ്ങിയിരുന്നു. അതാണ് മമതയ്ക്കെതിരെ വോട്ടായത്. ഇപ്പോൾ സുവേന്ദു ഭരണം വന്നതോടെ ഇത്തരം സംഘടനകൾ ഒതുങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ CPM-ന് BJP ഫാസിസ്റ്റുകളാണ്. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ BJP ഭരണം വന്നതിനു ശേഷമാണ് CPM-ന് ഫലത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്നത്. മമതാ ബാനർജി പരാജയപ്പെടുകയും ചെയ്തതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ വർഷങ്ങളായി പൂട്ടിക്കിടന്ന CPM പാർട്ടി ഓഫീസുകൾ വ്യാപകമായി തുറന്നു പ്രവർത്തിക്കുകയാണ്. ദ ടെലഗ്രാഫ് അടക്കമുള്ള പത്രങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് പശ്ചിമ ബംഗാളിലുടനീളം 550-ലധികം പാർട്ടി ഓഫീസുകളാണ് CPM ഇതിനോടകം തിരിച്ചുപിടിച്ച് തുറന്നത്. 2011-ൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നതിനു ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബലമായി കയ്യേറിയതോ ആക്രമണ ഭയത്താൽ പൂട്ടിയിട്ടിരുന്നതോ ആയ ഓഫീസുകളാണ് ഇവ. തൃണമൂൽ കേഡറുകൾക്ക് മേൽക്കൈ നഷ്ടപ്പെട്ടതോടെ പ്രാദേശിക ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ്മയിലൂടെ ഈ ഓഫീസുകൾ വീണ്ടും ചുവപ്പ് പെയിന്റ് അടിച്ച് തുറക്കുകയായിരുന്നു. തൃണമൂലിന് വൻ തിരിച്ചടിയുണ്ടായ മാൾഡ, മുർഷിദാബാദ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസുകൾ തിരിച്ചുപിടിച്ചത്. നാദിയ ജില്ലയിലെ ചക്ദഹ, സൗത്ത് 24 പർഗാനാസിലെ ബഡ്ജ്, റാപ്പർഹഡിലെ ചോട്ഗന്തി, പശ്ചിമ മേദിനിപൂരിലെ കങ്കബദി തുടങ്ങിയ പ്രദേശങ്ങളിൽ 10 മുതൽ 15 വർഷം വരെ പൂട്ടിക്കിടന്ന പ്രമുഖ ഓഫീസുകളാണ് തുറന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.